വാട്സ്ആപ്പ് ഗായസ്, ദിസ് ഇസ് ആൻഡ് ഗോഡ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ കാര്യം, ഇന്ന് മതത്തിനെ കുറിച്ചൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്. മതം പോലെ സമൂഹത്തിനെ യൂസ് ചെയ്യുന്ന വേറൊരു സാധനം, ലൈഫ് സ്റ്റൈൽ ഒബ്സഷൻ, ജീവിതശൈലി ആസക്തികൾ. ആ ഫൈറ്റ് ക്ലബ് സിനിമയിലൊരു കോട്ട് എൻ്റെ മൈൻഡിൽ ഓർമ്മ വരും. അഡ്വർടൈസിങ് ആസസ് ചേസിങ് കാസ് ആൻഡ് ക്ലോത്ത്സ്, വർക്കിംഗ് ജോബ്സ് വി ഹേറ്റ് സോ വി ക്യാൻ ബൈ ഷിറ്റ് വി ഡോണ്ട് നീഡ്. അതാണ് ആ സിനിമയിലെ കോട്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്നു. എന്തിന്? നമുക്ക് ഇഷ്ടമില്ലാത്ത മനുഷ്യരെ ഇമ്പ്രസ് ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇഷ്ടമില്ലാത്തൊരു ജോലിക്ക് പോകുന്നു. ഇതിനൊക്കെ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് ഈ പരസ്യങ്ങളാണ്. പണ്ട് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര മിനിമലിസ്റ്റായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. 2 ജോഡി ഡ്രസ്സൊക്കെ ഉള്ളൂ, ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഒരുപാട് പൈസയൊക്കെ വന്നൊരു സമയത്ത് കുട്ടിക്കാലത്ത് നടക്കാത്ത കുറേ ആഗ്രഹങ്ങളുണ്ട്. വലിയ ആഗ്രഹമല്ല, ചെറിയ ആഗ്രഹങ്ങളുണ്ട്. ഷൂസ്, അങ്ങനത്തെ 4ഉം 5ഉം, ഇപ്പോൾ ഏതാണ്ട് 5 ജോഡി ഷൂസ് എൻ്റെ കയ്യിലുണ്ട്. 4ഓ 5ഓ കണ്ണാടിയുണ്ട്. പക്ഷെ അതിലൊക്കെ വേറൊരു ട്രിക്കും കൂടെ ഉണ്ട്. എന്നെ യൂസ് ചെയ്യുന്ന കമ്പനികളെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കണ്ണാടി എനിക്ക് ഫ്രീ ആയിട്ടാണ് ഞാൻ എടുത്തത്. ഇതുപോലെ എൻ്റെ മുമ്പ് വീഡിയോയിൽ വെച്ചിട്ടുള്ള 2 കണ്ണാടി, ഈ 3 കണ്ണാടിക്കും കൂടെ എനിക്ക് ആകെപ്പാടെ ചിലവായത് 600 രൂപയാണ്. ഞാൻ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിലും എന്നെ യൂസ് ചെയ്യുന്ന കമ്പനികളെ ഞാൻ യൂസ് ചെയ്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതും എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഒബ്സഷനാണ്. എൻ്റെ ഇവിടെ കാണുന്ന ഈ സാധനം കറങ്ങുന്നൊരു ലൈറ്റാണ്. അത് ഈ പരസ്യങ്ങളും ഇൻസ്റ്റ വഴിയൊക്കെ കണ്ട് ഞാൻ വാങ്ങിച്ച അനാവശ്യ സാധനങ്ങൾ. അപ്പോൾ ഞാനും ഈ ലൈഫ് സ്റ്റൈൽ ഒബ്സഷൻ്റെ ഒരു പ്രോഡക്റ്റാണ്, ആയിരുന്നു. ഇപ്പോൾ എന്തായാലും അല്ല. ഇപ്പം ഞാൻ മാക്സിമം കൺട്രോൾഡായിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അനാവശ്യമായിട്ട് ഞാൻ ഒരു സാധനം ഇപ്പോൾ വാങ്ങാറില്ല. എൻ്റെ റൂം നിറയെ ചപ്പ് ചവറ ഐറ്റംസാണ്. ഇതിനെയൊക്കെ എനിക്കിനി നശിപ്പിക്കണം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഈ മാർക്കറ്റിംഗ് നമ്മളുടെ ലൈഫിൽ ഭയങ്കര നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോലും അത് മനസ്സിലാക്കുന്നില്ല. ഈ ആണുങ്ങളെക്കുറിച്ച് തന്നെ പറയാം. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ വരുമ്പോൾ. പണ്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. പണ്ടത്തെ കാലത്ത് എൻ്റെ അടുത്ത് പലരും പറയും, നീ മെലിഞ്ഞാണ് ഇരിക്കുന്നത്, ജിമ്മിൽ പോവും, ലുക്കാവും, നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ്, സ്കിന്നി ആയിട്ടിരിക്കുന്നത് എന്തിനാണ് പറഞ്ഞ് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ജിമ്മിൽ പോകാൻ വേണ്ടി. പക്ഷേ ഹെൽത്തിയറായിട്ടുള്ളൊരു ബോഡിയുടെ അടുത്ത് എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ സ്കിന്നി ആയിട്ടിരിക്കുന്നതിൽ കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ വേറെ ഒന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോഴൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം കുറേ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ടുണ്ട്. എന്താ ഈ ബോഡി ബിൽഡേഴ്സ്, അങ്ങനെ ഈ ഫിറ്റ്നസ് ട്രെയിനേഴ്സൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ബോഡി റിക്കവർ ആയത് വേണം, മസിൽ ബിൽഡ് ചെയ്ത് വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ സപ്ലിമെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യും. ഇപ്പുറത്ത് വേറെ കുറേ ആൾക്കാർ വന്നിട്ട് അതിനെതിരെ പറയും. കാരണം 2 ടൈപ്പ് ആൾക്കാർ ഈ വീഡിയോ കാണുമല്ലോ. സപ്ലിമെൻറ്റ്സിന് എതിർക്കുന്നവരുണ്ടാകും. അപ്പോൾ അവരെ കയ്യിലെടുക്കാൻ വേണ്ടി നിങ്ങൾ 12-20 മുട്ടയൊക്കെ കഴിക്കും, ഞാൻ എന്താ 30 മുട്ടയൊക്കെയാണ് കഴിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഞാനും മുട്ട കഴിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നെ വീട്ടുകാരൊന്നും അത് വെജിറ്റേറിയൻ ആയിട്ടാണ് വളർത്തിയത്. ഒരു 2-3 കൊല്ലമായിട്ടുള്ളൂ ഞാൻ ഇതൊക്കെ നോൺ വെജ് കഴിച്ചു തുടങ്ങിയിട്ട്. ഇപ്പോഴെനിക്കൊരു 3 മുട്ടയിൽ കൂടുതലൊന്നും കഴിക്കാൻ പറ്റില്ല. കഴിക്കാമെന്ന് ഛർദ്ദിക്കാൻ വരും. ഞാൻ ഒരിക്കൽ മാക്സിമം 8 മുട്ടയൊക്കെ, ഇത് കേട്ടുകൊണ്ട് ഞാനിങ്ങനെ 8 മുട്ടയൊക്കെ കഴിച്ച് ഭയങ്കര വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കി. അത് ലീനായിട്ടുള്ളൊരു ബോഡി ടൈപ്പാണ്. ഓരോരുത്തർക്ക് ഓരോ ബോഡി ടൈപ്പ് ഉണ്ട്. ചിലർക്കൊക്കെ കുറച്ച് ഫുഡ് കഴിക്കുമ്പോഴേ വണ്ണം വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് ഫുഡ് കഴിച്ചാൽ എനിക്ക് ഒരുപാട് വണ്ണം വയ്ക്കാത്തൊരു ബോഡി ടൈപ്പാണ് എൻ്റെത്. അപ്പോൾ ഈ ബോഡി ടൈപ്പിനെ ഹെൽത്തി ആയിട്ട് വെച്ചാൽ പോരെ, നല്ല വർക്കൗട്ട് ചെയ്ത് എനിക്കൊരു ആരോഗ്യം വെച്ചാൽ പോരെ. ഞാൻ എന്തിനാണ് ഈ ബൾക്കിയറായിട്ട് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ബോഡിയെ മാറ്റുന്നത്? എൻ്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ ഫ്രണ്ട്സും പലരും ഈ PRP ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ തല കണ്ടാൽ അറിയാം, എൻ്റെ വലിയ ഫോർഹെഡാണ്. എൻ്റെ നെറ്റ് കയറിയ ഒരു ടൈപ്പാണ്, ഹെയർ ലൈനാണ്. എൻ്റെ നെറ്റ് നല്ല കയറിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് പലരും പറയും, മുടി കൊഴിയുന്നുണ്ടല്ലോ, ഇപ്പോഴേ PRP ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാകും, അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഫാക്റ്റ് ആയിരിക്കും, അതൊക്കെ ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിട്ട് നിൽക്കുമായിരിക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഇത് കുറച്ച് ഞാൻ റിബലിയസ് ആയിട്ട് എനിക്കിപ്പോൾ എപ്പോഴും ഇതൊക്കെ എതിർക്കാൻ തോന്നി. അപ്പം ഞാനായിട്ട് തന്നെ എൻ്റെ പുരുകൻ ഷേവ് ചെയ്ത്, എൻ്റെ പുരുകവും എൻ്റെ മുടിയും ഞാൻ ഷേവ് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ട് ഷേവ് ചെയ്ത് ആ ലുക്കിൽ ഞാൻ പുറത്തിറങ്ങി ആ സിനിമയ്ക്ക് വിട്ടിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മാനസിക രോഗമാണ്, എന്നെ കൊണ്ട് മെൻ്റൽ ആശുപത്രി പോകണമെന്നവരെ പറഞ്ഞു. ഞാൻ പുരുകൻ ഷേവ് ചെയ്തുകൊണ്ട് അതിന് എന്നെ മാനസിക ആശുപത്രി കൊണ്ടുപോകണം. 1 ലക്ഷം രൂപ മുടക്കി തലയിൽ മുടി കുത്തി വെച്ച് വളർത്തുന്നവൻ കോൺഫിഡൻറ്റ്. ഇതൊന്നും ലുക്കിൽ കാര്യമില്ലെന്ന് അറിയിക്കാൻ വേണ്ടി പുരുകൻ ഷേവ് ചെയ്ത ഞാൻ മാനസിക രോഗി. അപ്പോൾ ലുക്ക് മാറ്റർ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാനസിക രോഗിയാവും. ഇതിനൊക്കെതിരെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസൂയ എന്ന് പറയും. മറ്റുള്ളവർ നന്നായിട്ടിരിക്കുന്നതാണ് നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റം പറയും. അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ മുമ്പ് വീട്ടിൽ എന്തൊക്കെ യൂസ് ചെയ്തെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് TV-യിൽ സ്ഥിരം പരസ്യം വരും, ഇന്ദുലേഖ വാങ്ങിച്ച് തേക്കൂ, വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇന്ദുലേഖ, ധാത്രി, ഹെയറോമാക്സ് വാങ്ങി തേക്കൂ, ഈ ഗുളിക കഴിക്കൂ, മുടി ഒഴിച്ചിൽ അകറ്റൂ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിലും വാങ്ങാറുണ്ട്. പലരെയും വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ധാത്രി, ഇന്ദുലേഖയും ഹെയറോമാക്സും ഒക്കെ. ഇതൊക്കെ വാങ്ങി പണ്ടുള്ള കാലത്തുള്ളവർ ഇതൊക്കെ വാങ്ങിച്ചാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം കാലം മാറി. ഇപ്പോഴത്തെ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ചെയ്യുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ്, PRP, ഇതൊക്കെ കൂടാതെ ഈ ഫേസ് സെറംസ്,
ഗ്ലൂട്ടാത്തിയോൺ, ഈ ആണുങ്ങളൊക്കെ ഈ സ്കിൻ കെയർ ചെയ്യണ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഗേഷായിട്ട് തോന്നി എനിക്ക്. അതുപോലെ പണ്ടുള്ളവർ ചെയ്താണ് ഈ കരടി നെയ്യ്, താടി വളരാൻ വേണ്ടി കരടി നെയ്യ്, അതിപ്പം മാറി ബിയർ ട്രാൻസ്പ്ലാന്റ് ആയി, ബിയർ ഓയിലായി, അങ്ങനെ പല സാധനങ്ങളും വന്നിട്ട് പലവന്മാരും വന്നിട്ട് ഇൻസ്റ്റയിൽ പറയുന്നതാണ് ഇത്ര 6 പാക്ക് വരണം, ബോഡി അങ്ങനെ ആക്കണം, പെണ്ണുങ്ങളെയൊക്കെ അട്രാക്ഷൻ തോന്നുന്ന ബോഡി ആക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ അട്രാക്ഷൻ നോക്കി വരുന്ന പെണ്ണുങ്ങൾ വരുന്നത് എന്തിനാണെന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിക്കാം. പണ്ടുള്ള നിങ്ങളൊക്കെ നാട്ടിൻപുറത്തുള്ള അപ്പൂപ്പന്മാരെയും മാമന്മാരെയും എല്ലാവരെയും പറഞ്ഞു, ചിലരെയൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലപോലെ പണിയെടുക്കുന്നവർക്ക് 6 പാക്ക് കാണും. പക്ഷെ അവർ വീട്ടിൽ വന്നിട്ട് ചിലപ്പോൾ കഴിക്കുന്ന പഴിഞ്ഞായിരിക്കും, ചട്ടിയിലെടുത്ത് വെച്ച് പഴിഞ്ഞായിരിക്കും അവർ കുടിക്കുന്നത്. പക്ഷെ അവർക്ക് 6 പാക്ക് ഉണ്ട്. അവരിതുപോലെ പ്രോട്ടീൻ പൗഡറോ ഡയറ്റോ ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല, അവർ അരിയും കുറയ്ക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം കഴിക്കുന്ന ആഹാരത്തിനൊത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും വരില്ല. ഈ അനാവശ്യമായിട്ട് ജങ്ക് ഫുഡ്സും ഈ ആവശ്യമുള്ള പ്രോട്ടീൻസ് ഇല്ലാത്ത ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ പൊണ്ണത്തടിയും ഇതൊക്കെ വരുന്നത്. അതേപോലെയാണ് ഈ പെണ്ണുങ്ങൾ പക്ഷെ പണ്ടേ എങ്ങനെയാണ്, പക്ഷേ ഇപ്പോഴും ഒരുപാട് മാറ്റങ്ങളൊന്നുണ്ട്. പണ്ടുള്ള വീട്ടിലെ പെണ്ണുങ്ങൾ കൂടിപ്പോയ ഒരു ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിക്കും. ഫെയർ ആൻഡ് ലവ്ലി, കുട്ടിക്കൂറ് വരെ പൗഡർ, ഐലൈനർ, ഇത് മൂന്നുമായിരിക്കും പണ്ടുള്ള പെണ്ണുങ്ങൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ എന്തൊക്കെയാണ് ടിൻറ്റ്, ഫൗണ്ടേഷൻ, സൺസ്ക്രീന്. ഈ പണ്ടുള്ളവരൊക്കെ ഈ സൺസ്ക്രീൻ, നമ്മുടെ നാട്ടിലുള്ളവരൊന്നും സൺസ്ക്രീൻ ഉപയോഗിക്കാതെ തന്നെ ജീവിച്ചിരുന്നത്. ഇതൊക്കെ എപ്പോൾ പൊട്ടി മുളച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിൽ നന്നായിട്ട് ആൾക്കാരെ മുമ്പിൽ കൊണ്ട് ഓരോ പ്രോഡക്റ്റ് ഇറക്കിയിട്ട് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാവും, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റണമെന്ന് പറയുമ്പോൾ ഈ പൊട്ടന്മാർ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കും. അത് പെണ്ണുങ്ങളിപ്പോൾ ഒരുപാട് മാറിക്കഴിഞ്ഞ്. ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടാത്ത പെണ്ണുങ്ങളില്ല, എല്ലാവരുടെയും കയ്യിൽ ലിപ്സ്റ്റിക്കാണ്. ഈ വിഷം ഇങ്ങനെ ചുണ്ടിലിട്ട് തിന്നിറക്കിക്കൊണ്ട് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവരുടെ പേഴ്സണൽ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് എന്നെ ഇഷ്ടപ്പെടണം, എൻ്റെ സെൽഫ് ലവ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ പെണ്ണുങ്ങൾ ഇത് പറയണം. പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അവർ വാലിഡേഷൻ സീക്കുന്നു എന്നാണ്. കറുത്തവർക്ക് സൗന്ദര്യമില്ല, വെളുത്തവർക്കാണ് സൗന്ദര്യം എന്നൊക്കെ പറയണത് ആരാണ്? കറുത്തവരാണ് വെളുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്, അതിന് വേണ്ടിയാണ് ഈ പ്രോഡക്റ്റ്സ് ഇറക്കുന്നത്. അപ്പോൾ ആരാണ് ഇത് യൂസ് ചെയ്യുന്നത്, ആരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? കറുത്ത നിറം മാറ്റി വെളുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് ആരാണ്? കറുത്ത നിറക്കാർ. അപ്പോൾ ആരാണ് ശരിക്കും കറുത്ത നിറത്തിനെ താഴ്ത്തി പറയുന്നതും താഴ്ത്തി കാണുന്നതും? നിങ്ങളുടെ നിറത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിന് നിങ്ങൾ ഓരോ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കും. നിങ്ങളെ ഇൻസെക്യൂരിറ്റീസൊക്കെ കറക്റ്റായിട്ട് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും ഈ ബ്രാൻഡുകൾക്ക് നന്നായിട്ട് അറിയാം. അവരതിനെ നന്നായിട്ട് സെല്ല് ചെയ്യുന്നു, നിങ്ങളത് വാങ്ങിയെന്ന് ഉപയോഗിക്കുന്നു. അയ്യോ കറുത്ത നിറത്തിന് എല്ലാവരും താഴ്ത്തി കിട്ടും. എന്നിട്ട് ഏത് നേരം നോക്കിയാലും പുട്ടിയിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് അവനവൻ്റെ നിറത്തിനെ മറച്ച് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നടക്കും. അപ്പോൾ ആരാണ് ശരിക്കും ഈ കറുത്ത നിറത്തിനെ താഴ്ത്തി കെട്ടുന്നത്? അതിന് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ വേറൊരു സാധനമാണ് ഹോർലിക്സ്, ബൂസ്റ്റ്. ഞാനും കൊച്ചിലേക്ക് ഇതൊക്കെ എന്തോ വലിയ സംഭവം എന്നൊക്കെ വാങ്ങിച്ച് ബൂസ്റ്റ് കലക്കി കുടിക്കുമായിരുന്നു. കാരണം പരസ്യം അതല്ലേ, ബൂസ്റ്റ് ഈസ് ദ സെക്രട്ടേറിയറ്റ് ഓഫ് മൈ എനർജി, ഇങ്ങനെയൊക്കെ പറഞ്ഞ പരസ്യം കണ്ടാണ് ഞാൻ വളർന്നത്. ഞാനും വാങ്ങിച്ച് ബൂസ്റ്റൊക്കെ കൊച്ചിലെ വാങ്ങിച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ വീട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം അന്നത്തെ കാലത്ത് ഇതൊന്നും എക്സ്പോസ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. ഇന്ന് ഒരുപാട് പേര് ഇത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ആൾക്കാർ ഈ ഗർഭിണിയൊക്കെ ഹോർലിക്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഗർഭിണികൾക്കുള്ള ഹോർലിക്സ്, ഓൾഡർ വുമണിന് വേണ്ടിയുള്ള ഹോർലിക്സ്, ഓൾഡ് ആൾക്കാർക്കുള്ള ഹോർലിക്സ്, 50+ ഹോർലിക്സ്, എൻഷുർ ഹോർലിക്സ് എന്നെ ഈ ഷുഗർ പൊടി തന്നെ ഇങ്ങനെ പല ബ്രാൻഡിലും പല ഫ്ലേവറിലും കലക്കി പല പരസ്യം കൊടുത്ത് ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നുണ്ട്. ഇതൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. ഒരാൾ വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ ഉടനെ മെഡിക്കൽ സ്റ്റോറിൽ പോകും. ഈ മെഡിക്കൽ സ്റ്റോറിൽ തന്നെയാണ് മഞ്ചും 5 സ്റ്റാറും ഇതുപോലത്തെ ചോക്ലേറ്റ്സും വയ്ക്കുന്നത്. ഇതൊക്കെ എന്ന് തൊട്ടാണ് ഈ ട്രെൻഡ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അവരതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വായിക്കില്ല, അത് നല്ലതാണോ എന്ന് ചിന്തിക്കില്ല. പണ്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇപ്പോൾ അതുമില്ല. ഫ്രൂട്ട്സൊക്കെ ഇവിടെ, ഫ്രൂട്ട്സിൽ വിഷം, പക്ഷേ ഈ ഷുഗർ പൊടി കൊണ്ടുവച്ചിരിക്കുന്ന വിഷമല്ല, എല്ലാവർക്കും കഴിക്കും എന്നൊക്കെയാണ് ഇവരുടെ ധാരണ. പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ ഇൻഗ്രീഡിയൻസ് വായിച്ച് ഇങ്ങനത്തെ ദോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് എക്സ്പോസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്, എനിക്ക് പേരറിഞ്ഞുണ്ട്. അയാൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയും സംസാരിച്ചിട്ട് പോലും ആൾക്കാർ ഇത് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞാലും ആൾക്കാർ ചൂസ് ചെയ്യും. ചില ആൾക്കാർ ചൂസ് ചെയ്യുന്നതാണ്, ഞാൻ വിഷം കുടിച്ച് തന്നെ ജീവിക്കും, ഞാൻ വിഷം പഠിച്ച് തന്നെ ജീവിക്കും, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വെച്ച് ജീവിക്കുന്നവരാണ്. ഇപ്പം ഇവരെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇപ്പം ആൾക്കാർ മൊത്തം ഫേക്കാണ്. ക്യാരക്ടറായാലും ബോഡി ആയാലും എല്ലാം ഫേക്ക് ചെയ്യാണ്. നിങ്ങൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റും ചെയ്ത് ഇപ്പോൾ മുടി എന്നുള്ളൊരു സാധനം ജനിക്കുമ്പോൾ നിങ്ങൾ പനങ്കുലയായിട്ടാണ് വളരണത്. മുടി എന്നുള്ളൊരു സാധനം കൊഴിഞ്ഞു പോകുന്നൊരു സാധനമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ഇൻസെക്യൂർ ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തിനെ കുറിച്ചാണ്. നിങ്ങളുടെ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടും പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഭയങ്കര ഡിപ്രഷനാണ്. അപ്പം നിങ്ങൾ സെൽഫ് കെയർ കൊടുക്കേണ്ടത് നിങ്ങളുടെ സൗന്ദര്യത്തിനാണോ അതോ നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനാണോ എന്ന് ആലോചിച്ച് നോക്കുക. ഇത് രണ്ടും ആണ് ഒരു മനുഷ്യന് ആവശ്യം.
അപ്പോൾ ഈ ലുക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഈ സെലിബ്രിറ്റീസൊക്കെ ഇത് ചെയ്യുന്നതിന് റീസൺ അവർ വാലിഡേഷൻ സീക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇത്രയും പേര് അവരെ ഇഷ്ടപ്പെട്ടാലേ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സത്യം അതാണ്. ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഉണ്ടാവും, അത് അവരുടെ ആറ്റിറ്റ്യൂഡിൽ കാണും. പക്ഷേ ഇൻസെക്യൂർ ആയിട്ടുള്ള സെലിബ്രിറ്റീസാണ് ഇങ്ങനത്തെ ഹെയർ ട്രാൻസ്പ്ലാന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരിത് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കായിട്ടുള്ള ആൾക്കാർ ഇവരെ കണ്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? അവർക്ക് കോടികൾ വരുമാനമുള്ളവരാണ് ഈ 1,00,000 രൂപ മുടക്കി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിന് EMI വരെയുണ്ട്. EMIയും ലോണും എടുത്ത് വരെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരുണ്ട്. എന്തിനാണ് 1,00,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം? ആ 1,00,000 രൂപ എടുത്തിട്ട് നല്ല പോഷകാഹാരങ്ങൾ വീട്ടിൽ വാങ്ങിച്ച് കഴിച്ച് ഏറ്റവും വലിയൊരു വിരോധാഭാസം ഞാൻ കാണുന്നത് 1,00,000 രൂപയൊക്കെ മുടക്കി ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ സെറ്റായിരിക്കും, പക്ഷേ താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു ഭരണി ഇങ്ങനെ കമത്തി വെച്ചിരിക്കുന്ന പോലെ വയറിരിക്കും. തലമുടി വെച്ചിട്ട് ശരീരാരോഗ്യം ഇല്ലാതെ തലമുടി വെച്ചിട്ട് എന്ത് കാര്യം? ചിലപ്പോൾ അനാവശ്യമായിട്ട് എന്തിനാണ് ഈ ആൾക്കാരുടെ വാലിഡേഷന് വേണ്ടി പൈസ മുടക്കുന്നത്? ഇത് ചിന്തിക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും ലുക്ക് ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലർക്കും പല ഒപ്പീനിയൻ ഉണ്ട്. ചിലർ പറയും ലുക്കിലല്ല കാര്യം, കാശിലാണ് കാര്യം എന്ന് പറയും. ചിലർ പറയും ലുക്കിലും കാശിലും അല്ല കാര്യം, ആരോഗ്യത്തിലാണ് കാര്യം എന്ന് പറയും. പക്ഷേ ഇതിൽ മൂന്നിലും കാര്യമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഈ മൂന്നും അട്രാക്ട് ചെയ്യുന്ന 3 തരം ആൾക്കാരെയാണ്. ഇപ്പോൾ സ്കിന്നായിട്ട് ആരോഗ്യമായിട്ട് ലുക്കില്ലാത്ത ഒരാളാണെങ്കിൽ അയാളുടെ ക്യാരക്ടർ കണ്ടിട്ടായിരിക്കും ആൾക്കാരെ അയാളെ ഇഷ്ടപ്പെടുന്നത്. ലുക്കുള്ള ഒരാളുടെ ക്യാരക്ടർ ചിലപ്പം വളരെ മോശമായിരിക്കും. ലുക്കും കണ്ട് നിങ്ങൾ കയറി ഒരാളെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ മിണ്ടും. പക്ഷേ അയാളുടെ സ്വഭാവം കാണുമ്പോൾ നിങ്ങൾക്ക് ഓടാൻ തോന്നും. പണത്തിലും സ്വഭാവത്തിലും കാര്യമുണ്ട്, ലുക്കിൽ കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം എനിക്ക് ചിലപ്പോൾ എനിക്ക് ചുറ്റുമുള്ളവർ ഇങ്ങനെ നടക്കുന്നത് എനിക്കൊരു ഗുണമാണ്. കാരണം ഞാൻ ഈ ബാഗി ജീൻസും ക്രോപ്പ് ടോപ്പും ഇങ്ങനത്തെ ജെൻസി ഡ്രസ്സൊക്കെ ഇടുന്നവരെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. ഞാൻ അവരുടെ അടുത്ത് പേഴ്സണൽ ലൈഫിൽ ഞാൻ അവരെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം അവരുടെ ക്യാരക്ടർ ആ ഡ്രസ്സിങ്ങിൽ വ്യക്തമാണ്. ഒന്നേൽ അവർ ആ സൊസൈറ്റിയിൽ ഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടി അവർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യുന്നു, അതും അവരുടെ ഒരു ഇൻസെക്യൂരിറ്റിയാണ്. ഈ കാർഗോസും ഹുഡിയൊക്കെ ഇട്ട് ഞാൻ പണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അട്രാക്ട് ചെയ്ത ആൾക്കാരൊന്നും എൻ്റെ ക്യാരക്ടറല്ല. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ക്യാരക്ടറിനും ഒത്ത സാധനം നേടണം, അല്ലാതെ സ്റ്റൈൽ നോക്കിയല്ല ഇടേണ്ടതെന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം എനിക്ക് കംഫർട്ടുള്ളത് ഇടുള്ളൂ. ഞാൻ കാശ് നോക്കി, ഞാൻ ബ്രാൻഡ് നോക്കിയല്ല സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. എൻ്റെ കംഫർട്ട് ഇപ്പോൾ ചിലപ്പം ഈ ടീഷർട്ടൊക്കെ 150 ടീഷർട്ടാണ്. ഞാൻ അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും വാങ്ങിച്ചിട്ടില്ല. എല്ലാം ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ്, എനിക്ക് കംഫർട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ട്രിഗർ ആവുമായിരിക്കും. ഈ ബാഗി ജീൻസ്, ക്രോപ്പ് ടോപ്പ്, ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഭയങ്കര സ്റ്റൈൽ വരുന്ന പെണ്ണുങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളവർ വരണവർ കണ്ടാൽ ഞാൻ അപ്പം തന്നെ അവോയ്ഡ് ചെയ്യും. കാരണം അവരെൻ്റെ ക്യാരക്ടറല്ല. അവരുടെ സ്വന്തം ശരീരത്തിനെ പോലും ഇഷ്ടപ്പെടാത്തവരാണ് അവർ. സ്റ്റൈലിന് വേണ്ടി മറ്റുള്ളവരുടെ വാലിഡേഷൻ സീക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവർ. അതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നാം, ഞാൻ പക്ഷെ അങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഇതൊക്കെയാണ് നോട്ടീസ് ചെയ്യുന്നത്. ആൾക്കാരുടെ കാഴ്ചപ്പാട് എന്താണ്, ആൾക്കാരെങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്, മറ്റുള്ളവരെങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കും. ഇതിങ്ങനെ കേട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആളുടെ ക്യാരക്ടർ മനസ്സിലാവും. എനിക്കത് 99% വർക്കൗട്ടായിട്ടുണ്ട്. നല്ലവനായ ഉണ്ണിയെ മനസ്സിലാക്കാൻ പറ്റാത്തത് നിങ്ങളെ കുഴപ്പമാണ്. എനിക്കങ്ങനെ എൻ്റെ ചുറ്റും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഈ സൊസൈറ്റിയിൽ നല്ല ഇമേജുള്ള ഭയങ്കര ക്ലീനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് പെർഫെക്റ്റായിട്ട് നടക്കുന്നവരുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ഒരു ഡീപ്പ് ടോക്ക് കുറച്ചൊന്ന് മാറി നമുക്ക് അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടർ റിവീലാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിൻ്റെ കാരണം നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ഇതൊക്കെ ഇത്രയും സംസാരിച്ചതിൻ്റെ റീസണും ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർ എന്നെ മാറണം എന്നൊന്നുമില്ല. എന്നെ അറിയാമെന്നുള്ളവർ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുമായിരിക്കാം. അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫേക്ക് ചെയ്ത് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. അതെൻ്റെ ബിസിനസ്സല്ല, നിങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളൊന്നും ഇത് യൂസ് ചെയ്യേണ്ട, നിങ്ങൾ അങ്ങനെ ആവണം ഇങ്ങനെ ആവണമെന്നൊന്നുമല്ല. ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറയുന്നത് ശരിയെന്നല്ല പറയാം. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ചിന്തിക്കുക. ഈ ബോഡിയെ കുറിച്ചും ഈ മുടി വളർത്തുന്നതിനെ കുറിച്ചും ഈ പൊട്ടിയിടുന്നതിനെ കുറിച്ചും ഈ നിറം മാറ്റി ഈ കറുത്ത നിറം വെളുപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ശരിയെന്ന് തോന്നോ നിങ്ങളത് ചെയ്തോ, ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയറാണ്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആൾക്കാർ ഈ പൊട്ടിയിടുന്നതും ഈ പെണ്ണുങ്ങൾ ഈ പൊട്ടിയിടുന്നത്, ലിപ്സ്റ്റിക്ക്, മേക്കപ്പ് ഇടുന്നത്, ആണുങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, അവരുടെയൊക്കെ ഇൻസെക്യൂരിറ്റി കാരണമാണ് അവരിത് ചെയ്യുന്നത്. മറ്റുള്ളവർ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത്. പിന്നെ ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യം ഞാൻ ഈ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ ഇപ്പം നാച്ചുറലായിട്ട് ജിമ്മിൽ പോയി ശരീരം നോക്കുന്നവരുടെ കാര്യമല്ല ഈ പറഞ്ഞത്. ഈ എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ്, പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ കഴിക്കണം, ഈ ജിമ്മിൽ തന്നെ പോകണം എന്ന് പറയുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളൊരു ബോഡി ബിൽഡർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജിമ്മിൽ പോയേ പറ്റൂ.
അല്ല ഇപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾക്ക് ഇരിക്കാൻ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകേണ്ട കാര്യമില്ല. രാവിലെ നടക്കാൻ പോവുക, വീട്ടിൽ ഇരുന്ന് തന്നെ വർക്കൗട്ട് ചെയ്യുക, അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഈ പൈസ കളഞ്ഞ് ജിമ്മിൽ പോയാലേ നിങ്ങൾ പണിയെടുക്കും, നിങ്ങൾ വർക്കൗട്ട് ചെയ്യൂ എന്നുള്ളതിൻ്റെ ഒരു റീസൺ ഇല്ലയെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കാശുള്ളവന് എന്ത് വേണോ ചെയ്യാം. ഇപ്പോൾ കോടികൾ ഉണ്ടാക്കുന്നവന് ഇപ്പോൾ 1,00,000 രൂപ തലയിൽ മുടക്കിയെന്നും പറഞ്ഞാൽ അവനൊരു ചുക്കും വരാൻ പോകുന്നില്ല. അവന് കാശ് എങ്ങനെയെങ്കിലും കളയണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ചെയ്യുന്നവരും ഉണ്ടാകും. അപ്പോൾ മറ്റുള്ളവരൊക്കെ ഇഷ്ടപ്പെടുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന ഫേക്ക് ആയിട്ടുള്ള ഒരാളായിട്ടിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം റിയലായിട്ടിരിക്കുന്ന, ആൾക്കാർ വെറുക്കുന്ന ഒരു വ്യക്തിയായിട്ടിരിക്കുന്നതാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ് ഞാൻ. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ താല്പര്യങ്ങളാണ്. നശിപ്പിക്കാനും നന്നാക്കാനും നിങ്ങൾക്ക് ഓപ്ഷനുണ്ട്. അടുത്തതുപോലെ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ ചോദ്യം ചെയ്യുകയും ചിന്തിപ്പിക്കാനുമായിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ടാറ്റാ ബൈ.